മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതം. അതിനിടെ കടുവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് വിമർശനം ഉയരുകയാണ്. കൂട് സ്ഥാപിക്കാൻ അനുമതി തേടി നിലമ്പൂർ സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 2 തവണയാണ് കത്തയച്ചത്. കത്തിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ പറഞ്ഞു. ഇതിനിടെ ദൗത്യത്തിനെത്തിച്ച കുങ്കിയാന കുഞ്ചുവിന്റെ ആക്രമണത്തിൽ പാപ്പാൻ അഭയകൃഷ്ണയ്ക്ക് പരുക്കേറ്റു. രാവിലെ 7 മണിയോടെ 4ാം നാളിലെ ദൗത്യം പുനരാരംഭിച്ചു. കടുവയെ നിരീക്ഷിക്കുന്നതിനായി 50 ക്യാമറയും 2 കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത്. അധികമായി 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും 1 കൂടും സ്ഥാപിക്കും. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഇല്ലെന്നും നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ പറഞ്ഞു. ഇപ്പോഴും ടീം അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവുന്ന പോലെ അതിൻ്റെ പ്രസൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ കുറച്ചധികം ലൈവ് ബൈറ്റ്സ് കൂടുതലായി അവിടെ വച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത്. പുതുതായിട്ട് പുതുതായിട്ട് കിട്ടിയിട്ടില്ല. ഉണ്ട് തെർമൽ ഡ്രോണുകൾ 2 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെർമൽ ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇതിനിടെ കടുവ ദൗത്യത്തിനായി എത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു. കുഞ്ചു എന്ന കുങ്കിയാന പാപ്പാൻ അഭയകൃഷ്ണയെ ആണ് ആക്രമിച്ചത്. പാപ്പാന്റെ പരുക്ക് ഗുരുതരമല്ല. പരിക്കുകൾ കാര്യപ്പെട്ട രീതിയില്ല. അടിച്ചു വീണതിന്റെ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് ലങ്സിൽ. അതിന് പുറമെ എല്ലുകൾക്കോ കഴുത്തിലെ എല്ലുകൾക്കോ കാര്യപ്പെട്ട രീതിയിലുള്ള പരിക്കുള്ള ചതവ് പോലെയുള്ള കുറച്ച് മൈനർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഗുരുതരമായ പരിക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ലാസറേറ്റഡ് ഇഞ്ചുറിയാണ്. അത് കഴുത്തിന്റെ മുൻവശത്തുള്ള ഒരു മുറിവാണ് ഏറ്റവും ഒരു ഗുരുതരമായ പരിക്കെന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് മേജർ ആയിട്ടുള്ള വിൻ പൈപ്പ്, ട്രക്കിയക്കോ മറ്റ് കരോട്ടിഡ് ട്യൂബുലാർ എന്ന പോലുള്ള മേജർ വെസൽസിനോ പരിക്കൊന്നും പറ്റിയതായി ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുങ്കിയാനകളുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ പരിശോധിച്ച ശേഷമായിരിക്കും ദൗത്യത്തിന് ഉപയോഗിക്കുകയെന്നും DFO പറഞ്ഞു. ജനം, മലപ്പുറം.